അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ, CPIM-ൻ്റെ സാധ്യതകളൊക്കെ നമ്മൾ പല നിരീക്ഷണങ്ങളിലും കാണുന്നുണ്ട്. അതാ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പക്ഷേ NDA സ്ഥാനാർത്ഥിയുടെ ഈ വെളിപ്പെടുത്തൽ കൂടി വരുമ്പോൾ നിങ്ങളുടെ പ്രതീക്ഷകൾ നാളെ രാവിലെ വോട്ടെണ്ണുന്നതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ രാത്രിയിൽ എന്താണ്? വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം നടക്കുന്ന ഒരു ചർച്ചയാണ് ഈ ചർച്ച. ഞാൻ നേരത്തെ തന്നെ ഞങ്ങളുടെ നേതാക്കന്മാർ അതുപോലെ തന്നെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ആളുകൾ ഒക്കെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ നിലമ്പൂരിൽ ഒരു രാഷ്ട്രീയ വഞ്ചനയ്ക്കെതിരായി നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ ആ രാഷ്ട്രീയ വഞ്ചനയെ പരമാവധി പ്രോത്സാഹിപ്പിച്ച ഐക്യജനാധിപത്യ മുന്നണി, അതിൻ്റെ നേതാക്കന്മാർ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ BJP ഐക്യജനാധിപത്യ മുന്നണിയെ കൈമെയ് മറന്ന് സഹായിക്കുന്നതിന് വേണ്ടി അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തണ്ട എന്ന് വരെ ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ട് ഇപ്പോൾ വോട്ടെണ്ണുന്നതിന് തൊട്ട് മുൻപേ തന്നെ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച മോഹൻ ജോർജിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് തുടക്കത്തിൽ മുതൽ ലഭിച്ച സ്വീകാര്യത നമുക്കറിയാം. മറ്റേതൊരു സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നതിനേക്കാൾ കേരളം ഏറ്റവും പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന യുവ നേതാക്കന്മാരിൽ പ്രധാനിയായിട്ടുള്ള സഖാവ് സ്വരാജ് നിലമ്പൂർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് മുതൽ കേരളം മുഴുവനും, നിലമ്പൂർ മാത്രമല്ല കേരളം മുഴുവനും ആ സ്ഥാനാർത്ഥിത്വത്തെ വളരെ ഹൃദയ വികാരതയോടുകൂടി സ്നേഹവായ്പോടുകൂടി സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഓരോരുത്തരും കണ്ടത്. തീർച്ചയായും സ്ഥാനാർത്ഥിയോട് തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മാധ്യമപ്രവർത്തകർ, എത്രയാണ് വോട്ടിൻ്റെ ഭൂരിപക്ഷം? അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു, ഭൂരിപക്ഷത്തിൻ്റെ കാര്യമല്ല, മറിച്ച് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഈ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ മത്സരിക്കുന്ന ഞാൻ വോട്ടിൻ്റെ എണ്ണം പറയുന്നില്ല, നല്ല മാർജിനിൽ വിജയിച്ചു വരും. അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ തെരഞ്ഞെടുപ്പിലെ അവരുടെ റോള് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കറിയാം. ഏറ്റവും അവസാനം ഡോക്ടർ ശശി തരൂർ MP അടക്കമുള്ള ആളുകൾ നടത്തിയ പ്രസ്താവന, അവരെപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്ഥാനത്തും അസ്ഥാനത്തും പ്രത്യക്ഷമായും പരോക്ഷമായും കുറ്റപ്പെടുത്താൻ തീരുമാനിക്കുമ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഡോക്ടർ ശശി തരൂർ പറഞ്ഞു, എന്നെ അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാക്കുന്നതിന് പോലും അനുവദിക്കാൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തയ്യാറായിട്ടില്ല. പരസ്യമായി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ തന്നെ അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്നും ആട്ടിപ്പായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള പ്രസ്താവനകൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള റോളിനെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകം ചർച്ച ചെയ്യേണ്ടുന്നൊരു കാര്യം കൂടെ ഉണ്ട്. എന്തു തന്നെയായിരുന്നാലും ശരി, ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പോടുകൂടി കൂടുതൽ ശിഥിലമാകുന്ന കാഴ്ചയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ശിഥിലമാക്കലിൻ്റെ ആക്കം കൂട്ടലായിരിക്കും നിലമ്പൂരിൽ നാളെ രാവിലെ വരാൻ പോകുന്ന റിസൾട്ട്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഇനി ഏത് വർഗീയ വൈതാളികന്മാരുമായും ഐക്യജനാധിപത്യ മുന്നണി കൂട്ടുകൂടിയാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മെച്ചപ്പെട്ട നിലയിലുള്ള വിജയം ഈ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങൾ ഞങ്ങളോടൊപ്പം അക്കാര്യത്തിൽ നിലകൊള്ളും എന്ന ഉറച്ച വിശ്വാസവും ഞങ്ങൾക്കുണ്ട്.